എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അങ്ങനെ 2018 ആദ്യത്തെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മധുരത്തിൽ തുടങ്ങല്ലേ ഏറ്റവും നല്ലത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഈ വരും വർഷങ്ങളിലും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. ഈ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു ലഡു ആണ്, പൈനാപ്പിൾ കോക്കനട്ട് ലഡു. അപ്പൊ സമയം നമ്മൾ നീക്കി വെക്കണം അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്, അതേസമയം വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പൊ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് പൈനാപ്പിൾ കോക്കനട്ട് ലഡു തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് പൈനാപ്പിൾ കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പൈനാപ്പിള് വളരെ നൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മിഡിൽ പോർഷൻ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും മിക്കവർക്കും അതെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൈനാപ്പിളിന്റെ ആ മിഡിൽ പോർഷൻ ഒഴിവാക്കിയതിന് ശേഷം ബ്ലാക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇതൊരു 2 കപ്പ്, അതായത് ഐക്യ ഗ്ലാസിന്റെ അളവിൽ 2 കപ്പാണ് ഈ പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം. വളരെ നൈസാക്കി ചെറുകി വെച്ചിരിക്കുന്ന നാളികേരമാണ്. ആ നാളികേരം 4 ഗ്ലാസ്. പൈനാപ്പിൾ എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് നാളികേരം വേണ്ടത്. അപ്പൊ 2 ഗ്ലാസ് പൈനാപ്പിളിന് 4 ഗ്ലാസ് നാളികേരം ചെറുകിയതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പൊ ആദ്യം കുറച്ച് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം പഞ്ചസാരയുടെ അളവ് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് മാറ്റം വരും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ആണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പഞ്ചസാര മതിയാവും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള കടായി എടുക്കുക. ആ കടായിലോട്ട് നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമാണ്, അത്രയും ഈസി ആയിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, നമുക്ക് ആവശ്യം വരും. ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയും ഈ നാളികേരവും പൈനാപ്പിളൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതൊരു സ്വീറ്റ് ആണ്, അറിയാം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. ഞാൻ പക്ഷെ ഇതുവരെ ശർക്കര യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൽ വേറൊരു പരിപാടികളൊന്നുമില്ല. ഇതിൽ തന്നെ കിടന്ന് പൈനാപ്പിളും എല്ലാം വെന്ത് ഈ നാളികേരവും ഈ പഞ്ചസാരയും കാരമലൈസ് ചെയ്ത് വരും. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരിക. ഇതിൽ ഇളക്കണം എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക്, വേറൊരു പണികളും ഇല്ല. അപ്പം നിങ്ങൾക്ക് അപ്പുറത്തെ അടുപ്പിൽ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം. അതിനിടയ്ക്ക് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ആദ്യത്തെ സ്റ്റേജ് ഭയങ്കര ഈസിയാണ്. അവസാനം ആകുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നത് കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് ഒരു സ്വീറ്റ് തന്നെ ഇടാന്ന് വിചാരിച്ചു. തുടക്കം ഒരു മധുരത്തിൽ നിന്നാവാം അല്ലേ 2018. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൈനാപ്പിൾ പിന്നെ പുളിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിലൊക്കെ നല്ലോണം മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ല, നെയ്യിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ബട്ടറിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെയ്യ് ഇടാം. പക്ഷേ ഞാനിപ്പോൾ ഇതിലൊന്നും ഇടുന്നില്ല. ആ പൈനാപ്പിളിൻ്റെ നാളികേരത്തിൻ്റെയും പഞ്ചസാരയുടെ ഫ്ലേവർ മാത്രം നമുക്ക് മതി. അപ്പോഴാണ് സിമ്പിളാണിത്, ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അപ്പം അമ്മ ഞാൻ പറഞ്ഞു ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. ഇങ്ങനെ ജാൻ്റെ അമ്മൻ്റെ റെസിപ്പി തന്നിരുന്നു, ഞാൻ അതിൻ്റെ പരീക്ഷണത്തിലാന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു ബിഹൈൻഡ് ദ സീൻസിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പം അമ്മ അച്ഛനും കൂടി അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലയൺസ് ക്ലബ്ബിൽ ഉള്ള. അപ്പം അദ്ദേഹത്തിൻ്റെ അവളുടെ കല്യാണത്തിൻ്റെ തലേദിവസം അവർ വീട്ടിൽ പോയതാ. അപ്പം അവിടെ ഈ സംഭവം വെച്ചിരുന്നു. അപ്പം അമ്മയൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അമ്മ ചോദിച്ചപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണിത്. അപ്പോൾ താങ്ക് യു ആൻറ്റി. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ അങ്കിളിൻ്റെ ആൻറ്റീൻ്റെ ഒന്നും. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ സിമ്പിളാണ്, അതേസമയം ഭയങ്കര ടേസ്റ്റിയാണിത്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഈ സംഭവത്തിന്. പക്ഷേ ചില ഡിഷൊക്കെ അങ്ങനെയാണ്, കാണുമ്പോഴും ഭയങ്കര ലുക്കായിരിക്കും. പക്ഷേ റെസിപ്പി ചോദിച്ചു വരുമ്പോൾ ഇത്ര സിമ്പിളാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. നമ്മൾ എപ്പോഴും ഇടാറുള്ള പോലെ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. അല്പം മാത്രമേ, ഒരുപാട് കൂടാൻ പാടില്ല. മധുരമാണ്, ഓർക്കുക. ആ ഉപ്പിട്ട് കഴിഞ്ഞാലാണ് പെർഫെക്ഷൻ വരുള്ളൂ കേട്ടോ. മറക്കരുത് ആ ടിപ്പ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്ന് വരാൻ തുടങ്ങും. ആ പൈനാപ്പിളിൻ്റെ ഉള്ളിലത്തെ വെള്ളവും പഞ്ചസാര ഉരുകിയതും എല്ലാം
ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് വേവിക്കേണ്ടത്. നമുക്കിപ്പോൾ വിചാരിക്കുന്നത് പൈനാപ്പിൾ വേവാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ, പക്ഷേ ഇതിൽ കിടന്ന് പൈനാപ്പിൾ വെന്തോളും. പിന്നെ തനിയെ പൈനാപ്പിൾ വേവിച്ചിട്ട് കഴിഞ്ഞ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. തനിയെ പൈനാപ്പിൾ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഈ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ കിടന്ന് ഒരുമിച്ച് കുക്കാവുന്നതാണ് ഏറ്റവും ടേസ്റ്റ് വൈസ് നല്ലത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടാ. പഞ്ചസാര കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറവായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, അതേസമയം പഞ്ചസാര കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത്ര പോരാ പഞ്ചസാര. ഓക്കെ, കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ഷുഗർ ലെവലാവുമ്പോൾ അങ്ങ് നിർത്തിക്കോളൂ കേട്ടോ. 1/4 ഗ്ലാസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാകുമ്പോൾ ഞാൻ ഇപ്പോൾ മൊത്തം 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു പരുവാവുന്ന വരെ ചെയ്യണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ എടുക്കും സത്യം പറഞ്ഞത് ചെയ്യണമെങ്കിൽ. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ പറയും ഓ വാവ്, ആ റിസൾട്ട് വരുന്ന വരെ സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ സമയം എടുത്ത് തന്നെ ക്ഷമയോടുകൂടി ചെയ്യണം. ഞാൻ ബാക്കിയും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ആദ്യമേ തന്നെ ധൈര്യമായിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും 1 കപ്പ് പഞ്ചസാര ഇടണം. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ഇങ്ങനെ പേടിച്ച് ഇടുന്നതെന്ന് വെച്ചാൽ മധുരം കൂടി കഴിഞ്ഞോട് ആരും കഴിക്കില്ല, അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് മതിയാവും എന്തായാലും. ഇനി ഇത് കിടന്ന് വറ്റി നന്നായിട്ട് ആ പൈനാപ്പിളും ഒക്കെ വെന്ത് കാരമലൈസ് ചെയ്ത് വരണം. ഇത് ഫൈനൽ സ്റ്റേജ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് നെയ്യിൽ വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കടിക്കാനൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടുമല്ലോ. ഇതിപ്പോൾ 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരാൻ തുടങ്ങും. ഈ സമയം കൊണ്ട് തന്നെ പൈനാപ്പിൾ വേവും കേട്ടോ. അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നാളികേരം വിളയിക്കത്തില്ലേ, അതുപോലെ തന്നെ സംഭവം. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പൈനാപ്പിൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പഞ്ചസാര നാളികേരം പൈനാപ്പിളും കൂടിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാത്രം. ഇളക്കണമെന്ന് മാത്രം. ഈ 3/4 ഭാഗമൊക്കെ ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയി ഇളക്കണം കേട്ടോ. കാരണം പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് വരാൻ തുടങ്ങും. അതൊക്കെ ഒരു സൈഡിൽ മാത്രം കരിഞ്ഞ പോലെയാവും, അത് നന്നായിട്ടുണ്ടാവില്ല. അതൊന്ന് സൂക്ഷിക്കുക. ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട് മധുരം. അപ്പോൾ 1 കപ്പ് മധുരമാണ് എൻ്റെ ഒരു അളവ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, വിരോധമൊന്നുമില്ല. അത് ഏകദേശം ആവാറായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സജഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചിട്ട്, എനിക്ക് പക്ഷേ പൈനാപ്പിൾ കഷ്ണങ്ങളോട് കൂടി കടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി ഇട്ടത് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് പൈനാപ്പിൾ അടിച്ചിട്ട് പൾപ്പായിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ഷുഗർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലോട്ട് നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും മതി. പക്ഷേ ഇതിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. കുറച്ച് സമയം എടുക്കുന്നൊന്നും മാത്രം. ഒരു ഗോൾഡ് കളർ ചേഞ്ച് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പം ഉരുട്ടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഞാൻ കൈ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം മാത്രം ഉരുട്ടുക, അല്ലെങ്കിൽ കൈ അങ്ങ് പൊള്ളിപ്പോവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് തിളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ പിടിച്ച് കാരമലൈസ് ചെയ്ത് ആകെ ഒരു എന്താ പറയുക കരിഞ്ഞു പോവും. അത് സൂക്ഷിക്കണം കേട്ടോ. കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ട്, എന്നാലും ഒന്ന് ഒത്തിരി കൂടെ ആവാനുണ്ടെന്ന് തോന്നുന്നു. 2 മിനിറ്റും കൂടെ ഞാൻ കഴിച്ചു നോക്കട്ടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ കാര്യം മറന്നുപോയി. നമുക്ക് സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ എസൻസ് ഒഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലും കിട്ടും കേട്ടോ. അമ്മ പറഞ്ഞാൽ പൈനാപ്പിൾ എസൻസ് ഒന്നും പറഞ്ഞില്ല, എന്നാലും ഞാൻ അല്പം പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴല്ലേ നമുക്ക് പൈനാപ്പിൾ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സംഭവം റെഡിമണി ആയിട്ടുണ്ട്, മതിയാവും. കളറൊക്കെ നന്നായി മാറി ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് നമ്മുടെ നാളികേരത്തിന്. കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പച്ചച്ചോ ഉണ്ടാവാൻ പാടില്ല നാളികേരത്തിന്. നാളികേരം നമ്മളെ ആ ഒരു ശരിക്കും വെന്ത ഫ്രൈ ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണം നമ്മുടെ നാളികേരം കഴിക്കുമ്പോൾ കേട്ടോ. ആ ഒരു രീതി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മതിയാക്കാം. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പച്ചച്ചോവ ഉണ്ട് നാളികേരത്തിന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആക്കിക്കോളൂ. പക്ഷേ ഇപ്പം എനിക്കിത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് മാറ്റാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ അതിങ്ങനെ എടുത്തിട്ട് ഉരുട്ട് നോക്കുക. ഉരുട്ടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറാന്ന് വെച്ചാൽ ഒരുപാട് ചൂടാറാന്നല്ല അർത്ഥം, മാനേജ് ചെയ്യാൻ പറ്റുന്ന ചൂടാറിന് ശേഷം നമുക്കങ്ങ് ഉരുട്ടി എടുക്കണം കേട്ടോ. ചെറുതായിട്ട് ചൂടാറി തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ്. ജാനത് ഇഷ്ടമാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ശരിക്കും ഒരു ലഡുവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പ് കുറച്ച് ചെറുതാക്കി ഇട്ടോളൂ കേട്ടോ. ഞാൻ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പാണേ. അപ്പോൾ ചെറുതാക്കി ഇട്ടോളൂ, കാരണം നമ്മളിത് ചെറുതായിട്ടാണ് ഞാൻ ലഡുവാക്കി ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. ഒരുപാട് വലിയതായിട്ട് ഉരുട്ടിയെടുക്കാൻ പാടില്ല. ഇതിൽ വേറെ ഫ്ലേവേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, കംപ്ലീറ്റ്ലി ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും തന്നെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ
ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും, ഏലക്കായ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഏലക്കായ ഇടാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ചില ആൾക്കാർക്ക് എല്ലാത്തിലും ഏലക്കായ ഇടണം എന്നുള്ളൊരു ചിന്തയുണ്ട് ഈ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് നല്ലോണം ജ്യൂസി ആയിട്ട് വരും. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ രീതിയിലുള്ള വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പാണ് കേട്ടോ അങ്ങനെ വരുന്നത്. കൈ ഭയങ്കരമായിട്ട് വെറ്റാവും. അതിൻ്റെ അർത്ഥം നല്ല കറക്റ്റായ കൺസിസ്റ്റൻസി ആണെന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്ത് ചെയ്താൽ മതി. കാരണം ഇതിപ്പോൾ എനിക്ക് കുറച്ചധികം വേണം, നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനാണ് ഞാൻ 2 കപ്പ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് പൈനാപ്പിളും 2 കപ്പ് നാളികേരവും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാമല്ലോ അല്ലേ. ഇതാ ഞാനെല്ലാം ഇങ്ങനെ എല്ലാ ലഡ്ഡും ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മൊത്തത്തിൽ 25 ലഡ്ഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ 25 ലഡ്ഡു ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാനൊരു 10 അണ്ടിപ്പരിപ്പും 20 കിസ്മിസുമാണ് ഒരു ടീസ്പൂൺ നെയ്യിൽ വഴറ്റിയിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഓപ്ഷണൽ മാത്രമാണ്. അപ്പോൾ 25 ലഡ്ഡുവിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് 12 എണ്ണമൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഹാഫ് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേസമയം നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലുക്കിന് വേണ്ടിയിട്ട് കളർ ചേർക്കാം, മഞ്ഞ കളർ ചേർക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എസൻസ് ഓപ്ഷനിലാണ് പറഞ്ഞത്. എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നമുക്ക് വരും. ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെയുണ്ട്. അപ്പം ഞാനിതിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് കഴിക്കട്ടെ. ഞാനിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ സത്യം പറഞ്ഞ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല എന്നാണ്. അപ്പം പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് സൂക്ഷിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുവരെ 2 ദിവസം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇന്നൊക്കെ ആണെങ്കിൽ അറിയതിന് ശേഷം ടൈറ്റായി കണ്ടെയ്നറിൽ പുറത്തെടുത്ത് വെക്കാം. പക്ഷേ കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ട്സിനും നൈബേഴ്സിനൊക്കെ കൊടുക്കൂ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയിക്കൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. മധുരമായതുകൊണ്ട് അധികം കഴിക്കുന്നില്ല, സംഭവം കലക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മധുരം ഇപ്പോൾ കൂടുതലാണ് 1 കപ്പ് എന്ന് പറഞ്ഞാലും. പക്ഷേ ഈ മധുരം ഇല്ലെങ്കിൽ പിന്നെ ലഡ്ഡു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലഡ്ഡുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എനിക്ക് മാത്രം ഞാൻ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ഞാൻ ഇടുകയുള്ളൂ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ പൈനാപ്പിൾ കോക്കനട്ട് ലഡ്ഡു. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Let's do a different explanation. Let's do this. Yeah, I just hit him with full power. I fell down and I... Yeah, penguin, stop it. Penguin in a super icy car.